നിരവധി പ്രാസംഗികരെ ഇസ്ലാമിക പ്രബോധന രംഗത്തേക്ക് എത്തിച്ച പഠിതാക്കളുടെ സംരംഭമായ ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ പുതിയ പ്രോഗ്രാം എന്നെ സ്വാധീനിച്ച ഖുർആനിക വചനം. ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നെ സ്വാധീനിച്ച ഖുർആനിൻ്റെ ആയത്ത് സൂറത്ത് തഹരീമിലെ 6-ാമത്തെ ആയത്താവുന്നു. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ ആ ബമ്പിച്ച ആ ഒരു കത്തിയാളുന്ന നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നുള്ള ആ ഒരു ആയത്ത്. അതിൽ കത്തിക്കപ്പെടുന്ന വിറക്, കല്ലും മനുഷ്യരുമാണ്. കൂറ്റം കെട്ടിടം പോലെയുള്ള തീപ്പൊരികൾ അത് വീശുന്നതാണ് എന്ന് വായിച്ചപ്പോൾ വല്ലാത്തൊരു ബേജാറുണ്ടായി. അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടിയെ കുഞ്ഞുനാളിൽ തന്നെ ഞാൻ പള്ളിയിലേക്ക് ജുമാക്ക് പറഞ്ഞയക്കുന്നത് പോലെ എല്ലാ വക്തിനും അവനെ പറഞ്ഞയക്കുകയും ഒരുപാട് പ്രോത്സാഹനങ്ങൾ നൽകുകയും അംഗീകാരം നൽകുകയും അവന് മനസ്സിലായി, എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് അംഗീകാരം ലഭിക്കണമെങ്കിൽ ഈ 5 വക്തിലും പള്ളിയിൽ പോയി നമസ്കരിച്ചാലേ പറ്റൂ എന്ന് എൻ്റെ മോന് മനസ്സിലാവുകയും അതിനനുസരിച്ച് എൻ്റെ മോനിപ്പോൾ പാകപ്പെടുകയും ചെയ്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയമുള്ളവരെ, എല്ലാ ജീവജാലങ്ങൾക്കും അപ്പോൾ തന്നെ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് വേണ്ട ബുദ്ധി നൽകുകയാണ്. ഒരു തള്ളക്കോയി 10 കുഞ്ഞുങ്ങളെയുമായി വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അന്ന് തന്നെ വെള്ളം കുടിക്കാനും കൊത്തിപ്പെറുക്കി തിന്നാനും ചേവക്കോയി സിഗ്നൽ കൊടുക്കുമ്പോൾ പട്ടാള ചിട്ട പഠിച്ചതുപോലെ ഉമ്മയുടെ ചെറുകിൻ്റെ അടിയിലേക്ക് വന്ന് കൂടാനും ആ ഒരു ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ബുദ്ധി ആ കോഴിക്കുഞ്ഞുങ്ങൾക്ക് പോലും അപ്പോൾ തന്നെ അള്ളാഹു കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ ജീവികൾക്കും അള്ളാഹു കൊടുത്തിരിക്കുകയാണ്. മനുഷ്യ കുഞ്ഞിന് അല്പം ബുദ്ധി കൊടുത്തുകൊണ്ട് നമ്മളുടെ ഈ ഒരു മാറിലൂടെ അള്ളാഹുവിൻ്റെ അത്ഭുതം നിറഞ്ഞ മുലപ്പാലും തന്നുകൊണ്ട് നമ്മളെ ഏൽപ്പിക്കുകയാണ്. എന്തിനാണ് അല്പം കുറച്ച് ബുദ്ധി കൊടുത്തതെന്നോ? കുസവൻ്റെ കയ്യിലുള്ള മണ്ണുരുള പോലെ പത്തിരിച്ചട്ടിയോ പൂച്ചട്ടിയോ ഒക്കെ കുസവനുണ്ടാക്കാലോ. അതുപോലെ തന്നെയാണ് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ തിരിക്കാൻ ഒരു ഉമ്മാക്ക് സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ വളർത്തുന്ന കാലത്ത് വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ആരും രക്ഷപ്പെടുകയില്ല. പ്രിയമുള്ളവരെ, ആ കുട്ടികളെ വളർത്തുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടെ ആ ഒരു ഗർഭത്തിൽ നിന്ന് തന്നെ ആരംഭിക്കണം. ഗർഭത്തിൽ തന്നെ 24 ആഴ്ച കഴിഞ്ഞാൽ കുട്ടി പുറം ലോകത്തുള്ള ആ ശബ്ദങ്ങൾ കേൾക്കുമെങ്കിൽ ഖുർആൻ പാരായണവും ഖുർആൻ വായനയുമായി മുന്നേറിക്കൊണ്ട് നല്ല രീതിയിൽ മക്കളെ വളർത്തി ഉണ്ടാക്കി ആ നരകത്തിൽ നിന്നും രക്ഷ നേടുക. അള്ളാഹു സഹായിക്കട്ടെ. അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.